നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിട്ടുള്ള മൂന്നാമത്തെ അതിജീവിതയുടെ ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഫെനി നൈനാൻ എന്ന് പറയുന്ന രാഹുലുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി പല ചാറ്റുകളും ഇന്നലെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെതിരെ സൈബർ അധിക്ഷേപത്തിൽ പ്രതികരിച്ചുകൊണ്ടാണ് രാഹുലിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ മൂന്നാമത്തെ അതിജീവിത ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ അതിജീവിതയുടെ ഓഡിയോ സന്ദേശം പുറത്തുവിട്ടിട്ടുണ്ട്. ഈ പറയുന്ന ചാറ്റിൽ അല്ലെങ്കിൽ ഈ ചാറ്റിന് പിന്നിലെ കാരണങ്ങൾ എന്താണെന്നാണ് ഈ ഒരു ഓഡിയോ സന്ദേശത്തിൽ യുവതി വ്യക്തമാക്കുന്നത്. അതിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഫെനി എന്ന് പറയുന്ന വ്യക്തിയെ അറിയാം, ഒരിക്കലും അറിയില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഫെനി ഒരു കുഞ്ഞനിയനെ പോലെയാണ് തനിക്കെന്നും അതിജീവിത ഈ ഒരു ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, തലയും വാലുമില്ലാത്ത ചാറ്റുകളാണ് ഇത്. ഇതൊന്നും കാണിച്ച് ഇനിയും ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ മറ്റുള്ള പെൺകുട്ടികളുടെ ജീവൻ കൂടി രക്ഷിക്കാമായിരുന്നു എന്നും അതിജീവിത ഈ ഒരു ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ആ ഓഡിയോ സന്ദേശം ഒന്ന് കേട്ടു നോക്കാം. എന്നെ അധിക്ഷേപിക്കണം, വ്യക്തിഹത്യ നടത്തണം, സ്ലട്ട് ഷെയിം ചെയ്യണം, സൈബർ ബുള്ളിയിങ് നടത്തണം. ഇനി മുന്നോട്ട് വരാനിരിക്കുന്ന കുട്ടികളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും എല്ലാവരെയും ഇതൊന്ന് കാണിച്ച് പേടിപ്പിക്കണം, നിശബ്ദതയിലാക്കണം എന്ന ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഫെനിനെ ഞാൻ പുറത്തു വിട്ടിരുന്ന കുറച്ച് സ്ക്രീൻഷോട്ടുകളും പോസ്റ്ററുകളും വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഫെനിയെ ഞാൻ പരിചയപ്പെടുന്നത് 2024 ജൂലൈയിലാണ്. അന്ന് തൊട്ട് 2025 നവംബർ വരെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എനിക്ക് ഫെനി ഒരു കുഞ്ഞ് അനിയനെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഒരു മനുഷ്യനെ എത്രത്തോളം ട്രോമയിലാക്കി സ്ട്രെസ് തന്ന് സ്ട്രെയിൻ തന്ന് വേദനിപ്പിക്കാവോ അതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത്. ഈ സമയത്താണ് ഫെനി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നു, ഇങ്ങോട്ട് പരിചയപ്പെടുന്നു. അപ്പോൾ രാഹുലിൻ്റെ വളരെ അടുത്ത സുഹൃത്താണെന്ന് എനിക്ക് പറയുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തത്. എനിക്കിത് ആരെങ്കിലും അടുത്തൊന്ന് വിളിച്ച് പറയണമായിരുന്നു. എനിക്ക് എൻ്റെ കുഞ്ഞെ നഷ്ടപ്പെട്ടതും എനിക്ക് മിസ്കാരേജ് ഉണ്ടായതും രാഹുൽ എൻ്റെ പ്രഗ്നൻസി ഡിനൈ ചെയ്തതും എന്നെ സ്ലട്ട് ഷെയിം ചെയ്തതും എന്നെ ബ്ലോക്ക് ചെയ്ത് പോയതും ഇതൊക്കെ എനിക്ക് വലിയൊരു പ്രശ്നമാണ്. എനിക്ക് രാഹുലിനോട് അതിഭീകരമായ ട്രോമ ബോണ്ടിൽ നിൽക്കുന്ന ഒരു സമയം കൂടെ ആയിരുന്നത്. അപ്പോൾ ഫെനിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഫെനി എന്നെ വളരെ ആശ്വസിപ്പിച്ചു, എന്നെ കംഫർട്ടബിൾ ആക്കി. പോട്ടെ, സാരിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇതാരോട് ഇനി പറയരുത് എന്നെ അടുത്ത് ഫെനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെനിയാണ് എനിക്ക് അഷുറൻസ് തന്നുകൊണ്ടിരുന്നത് രാഹുലിന്റെ ജീവിതത്തിൽ വേറെ പെൺകുട്ടികളില്ലെന്നും ഉള്ള ആൾക്കാരെല്ലാം ആളുടെ ഫാൻസാണ്, അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ശല്യമാണ്, എല്ലാവരെയും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുവാണ് എന്നൊക്കെ ഫെനിയാണ് എനിക്ക് വീണ്ടും ഒരു റീഅഷുറൻസ് തരുന്നത്. അപ്പോൾ ഒരു ട്രോമ ബോണ്ടിൽ നിൽക്കുന്ന ഞാനാണ്. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനുള്ളൊരു ബോണ്ട് അപ്പോഴും എനിക്ക് രാഹുലിൻ്റെ അടുത്തുണ്ട്. 2025 ഓഗസ്റ്റിലാണ് ഞാൻ ചാനൽസിലൂടെയാണ് എന്നെപ്പോലെ വേറെയും സ്ത്രീകളുണ്ടെന്നും എൻ്റെ കുഞ്ഞിനെ പോലെ വേറെ കുഞ്ഞുങ്ങളുണ്ടെന്നും ഞാൻ അറിയുന്നത്. അതിനൊരു മെയിൻ റീസൺ ഈ പറയുന്ന ഫെനി നൈനാണ്. അതിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന അഷുറൻസ് ആണ് എന്നെ വീണ്ടും ആ ഒരു സ്റ്റേറ്റിലോട്ട് എത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ ചോദ്യം ചെയ്തു, ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്തു. രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊക്കെ മീഡിയ ഡ്രിവൻ ആണ്, പൊളിറ്റിക്സ് ആണ്, പെയ്ഡാണ്. ആദ്യത്തെ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാളെ ഇല്ലാന്ന് പറഞ്ഞു. രണ്ടാമത്തെ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അത് ഫേക്കാന്ന് പറഞ്ഞു. ഞാൻ അടൂർക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു അതിലും ഭേദം കുറച്ച് വിഷം ഇങ്ങോട്ട് വരുന്നതാണ്, ഇപ്പം ഇങ്ങോട്ട് വരരുത്, നമുക്ക് പാലക്കാട് വെച്ച് മീറ്റ് ചെയ്യാം, അമ്മ ചേച്ചി എല്ലാവരും തളർന്നിരിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് രാഹുൽ പാലക്കാടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. രാഹുൽ ഒരു റീ എൻട്രി ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ തന്നെ കാണെങ്കിൽ ഇത് ഫെനിയായിട്ട് കോർഡിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഫെനിയുടെ ആവശ്യമില്ല, എനിക്കറിയണം എന്നെ പോലെ ഇനിയും സ്ത്രീകളുണ്ടോ ഇനിയും കുഞ്ഞുങ്ങളുണ്ടോ എന്ന് എനിക്കറിയണം. അപ്പോൾ അത് രാഹുൽ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഫെനിയെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫെനി ഈ പറഞ്ഞ ഫെനി തന്നെ ഫെനിയുടെ പോസ്റ്റിൽ പറയുന്നുണ്ട് ഈ അവസ്ഥയിൽ നിൽക്കുന്ന എന്നെയാണ് ഇവര് രണ്ടുപേരും കൂടെ ഒഴിവാക്കാൻ നോക്കുന്നത്. എങ്ങോട്ടാണ് വരേണ്ടത്, ഏത് ഡേറ്റിലാണ് വരേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒഴിഞ്ഞു മാറുമെന്ന് എനിക്ക് മനസ്സിലായി. ഫെനി എൻ്റെ അടുത്ത് പറഞ്ഞു, രാഹുലേട്ടൻ പറഞ്ഞു ഓഫീസിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓഫീസ് പറ്റില്ല, വേറെ പാർട്ടിക്കാർക്ക് ആക്സസ് ഉണ്ട്, പബ്ലിക്കിന് ആക്സസ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്, എനിക്ക് സേഫ് ആയിട്ടൊരു സ്ഥലം വേണമെന്ന് പറയുന്നുണ്ട്. ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട് ഫെനി ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്, ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ കൂടെ കാണും, ഇപ്പം രാഹുലിൻ്റെ കൂടെ നീ വരുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്, പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ എനിക്ക് നിന്നൊന്ന് കാണുകയും കൂടി ചെയ്യാലോ എന്ന് ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് ഞാൻ ഈ സേഫ് പ്ലേസ് വേണമെന്ന് പറയുന്നുണ്ട് ഇവരായിട്ട്. അതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തലയും വാലും ഇല്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട്
എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണമെന്ന് പറയുമ്പം എന്നെ സ്ട്രക്ചർ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടെ മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ 3-4 മണിക്കൂറിൽ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത് പോലും. പിന്നീട് ഇവരിതിങ്ങനെ ഒഴിഞ്ഞു മാറി എനിക്ക് മനസ്സിലായി ഇവരിത് ഒഴിവാക്കുവാണ്. പറഞ്ഞിട്ട് ചെല്ലുവാണെങ്കിൽ രാഹുൽ മൂന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് രാഹുലിനോട് പറയാതെയാണ് ഞാൻ പാലക്കാട് ചെല്ലുന്നത്. അപ്പൊ പാലക്കാട് ചെന്നപ്പോൾ രാഹുൽ ചെയ്തത് ആള് എന്നെ കോൾ എടുക്കാതെ രാഹുലിന്റെ സ്റ്റാഫിനെ കൊണ്ട് ഫാസിലുണ്ട്, ആലിവിനുണ്ട്, അവരെ കൊണ്ട് ഇങ്ങനെ മാറി സംസാരിപ്പിച്ച് ചേച്ചി ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ്, രാഹുലിനടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ കണ്ണാടിയിലാണ്, മാത്തൂരാണ്, ഞങ്ങളുടെ അവസ്ഥ ചേച്ചിയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് രാത്രി വരെ എന്നെ പാലക്കാട് തന്നെ ഇട്ട് ഞാൻ കറങ്ങുമായിരുന്നു. ഇവര് പറയുന്നതനുസരിച്ച് ചേച്ചി ഞങ്ങളിപ്പോ ടൗണിൽ വരും, ഞങ്ങൾ അവിടെ വരും, ഞങ്ങൾ ഇവിടെ വരും എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ ലൊക്കേഷനിലോട്ട് പോകും. അങ്ങനെ രാഹുൽ എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള സംസാരമാണ് ഈ ഒരു ഐഡിയയും കിട്ടാതെ തലയും വലമില്ലാതെ ഫെരീനാനം പുറത്തു വിട്ടിരിക്കുന്നത്. മാരീഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതെല്ലാം ഇതിനപ്പുറം കേൾക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നത്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ റെസ്പോണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് മുന്നേ വന്ന 2 കുട്ടികൾക്കും ഈ അവസ്ഥ ഉണ്ടാവത്തില്ലെന്ന്. ഞാൻ ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്ന് ഞാൻ ഫെനിയെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഏതായാലും കൃത്യമായി എങ്ങനെയാണ് ഫെനിയെ താൻ കോണ്ടാക്ട് ചെയ്യുന്നത്, അതിലൂടെ രാഹുലിനുമായിട്ട് സംസാരിക്കാനുള്ള കാരണം എന്താണ്, തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അല്ലെങ്കിൽ ആ ഒരു ബോണ്ടാണ് ഇതിന് പിന്നിൽ ഫെനിയോട് സംസാരിക്കാൻ തന്നെ വീണ്ടും പ്രേരിപ്പിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഓഡിയോ സന്ദേശത്തിൽ യുവതി വ്യക്തമാക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ചില ഭാഗങ്ങൾ മാത്രമാണ് പുറത്തു വിട്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഫെനിയെ എന്ന് മുതലാണ് താൻ പരിചയപ്പെട്ടതെന്നും എത്ര കാലത്തോളം ഫെനിയുമായി താൻ കോണ്ടാക്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. വളരെ അടുത്ത സൗഹൃദം തന്നെയാണ് ഫെനിയുമായി തനിക്ക് ഉണ്ടായിരുന്നതെന്നും യുവതി ഈ ഒരു ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല എങ്ങനെയെങ്കിലും പല സ്ട്രെസ്സിലൂടെയും ട്രോമയിലൂടെയും കടന്നു പോകുന്ന സാഹചര്യത്തിൽ രാഹുലുമായി എങ്ങനെയെങ്കിലും സംസാരിക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു ഫെനിയുമായിട്ട് സംസാരിച്ച് അതിലൂടെ താൻ നേടിയെടുക്കാനായിട്ട് ശ്രമിച്ചത് എന്നുകൂടിയാണ് യുവതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇന്ന് രാഹുലിന്റെ ജാമ്യ ഹർജിയൊക്കെ വീണ്ടും പരിഗണിക്കുന്ന വേളയിൽ ഈ ഒരു ഓഡിയോ സന്ദേശത്തിനുള്ള പ്രാധാന്യം കൂടുകയാണ്. തീർച്ചയായിട്ടും എന്താണ് സത്യമെന്നുള്ളത് തെളിയട്ടെ എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം.